നമസ്കാരം. ഒരു പകലിന്റെ സമഗ്ര വാർത്താ ചിത്രവുമായി ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. നോക്കാം ആദ്യം തലക്കെട്ടുകൾ. കലൂർ സ്റ്റേഡിയം നവീകരണം സ്വകാര്യ വ്യക്തിക്ക് കൈമാറിയതിൽ ദുരൂഹത. കരാർ വ്യവസ്ഥകൾ പുറത്തുവിടണമെന്ന് കോൺഗ്രസ്. ആൻഡ്രോ അഗസ്റ്റിനെ എന്ത് വിശ്വസിച്ച് സ്റ്റേഡിയം ഏൽപ്പിച്ചെന്നും ചോദ്യം. ഇടപാടുകളിൽ അവ്യക്തതയെന്ന് PV ശ്രീനിജൻ MLA. PM ശ്രീയിലൂടെ ഇടതുനയം അടിയറവ് വയ്ക്കില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി. K സുരേന്ദ്രന്റേത് സ്വപ്നം മാത്രം. കേരളത്തിലെ ഇന്നലെ വരെ തുടർന്ന് വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയം ഒരു കാരണവശാലും അടിയറ വയ്ക്കുന്ന പ്രശ്നമേയില്ല. മുഖ്യമന്ത്രിയുടെ ഉറപ്പ് വേണമെന്ന് CPI. മന്ത്രിമാരോട് മുഖ്യമന്ത്രി കള്ളത്തരം കാട്ടിയെന്ന് VD സതീശൻ. CPIയുടെ എതിർപ്പ് ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിക്കാനെന്ന് വെള്ളാപ്പള്ളിയുടെ പരിഹാസം. ശബരിമല സ്വർണ്ണമോഷണത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ച് SIT. പോറ്റി കബളിപ്പിച്ചെന്ന് ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ മൊഴി. ശബരിമല തന്ത്രിയും ഗോവർദ്ധനുമായി അടുത്ത ബന്ധം. തെളിവെടുപ്പ് പൂർത്തിയാക്കി അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കേരളത്തിൽ തിരികെ എത്തി. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പൊതുപരിപാടിയിൽ പങ്കെടുത്ത പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനെ തള്ളി BJP. റോഡ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് പാർട്ടി പരിശോധിക്കുമെന്ന് പ്രശാന്ത് ശിവൻ. പ്രതിഷേധം തണുത്തതോടെ മണ്ഡലത്തിൽ സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. കോട്ടയത്ത് 3 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ വിൽക്കാൻ ശ്രമം. UP സ്വദേശിയിൽ നിന്ന് 1000 രൂപ അഡ്വാൻസ് തുക കൈപ്പറ്റി പിതാവ്. സമീപവാസികൾ വിവരമറിഞ്ഞത് അമ്മയുടെ എതിർപ്പിനെ തുടർന്ന്. അസം സ്വദേശിയായ പിതാവ് പോലീസ് കസ്റ്റഡിയിൽ. പാരീസ് മ്യൂസിയം മോഷണത്തിൽ 2 പേർ പിടിയിൽ. പ്രതികളെന്ന് സംശയിക്കുന്നവരെ കസ്റ്റഡിയിലെടുത്തത് ഫ്രഞ്ച് പോലീസ്. ലൂവ് മ്യൂസിയത്തിൽ നിന്നും മോഷണം പോയത് 895 കോടിക്ക് മേൽ മൂല്യമുള്ള 8 ആഭരണങ്ങൾ. അടിമാലിയിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു മരിച്ച ബിജുവിന് വിട നൽകി നാട്. ഭാര്യ സിന്ധു ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ. ദേശീയപാത നിർമ്മാണത്തിൽ അപാകതകളെന്ന് നാട്ടുകാർ. പരിശോധിക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് MP. ദേശീയപാത നിർമ്മാണം നിർത്തിവെച്ചു. കായികമേളയിലെ താരങ്ങൾക്ക് സർക്കാരിന്റെ കൈത്താങ്ങ്. മെഡൽ ജേതാക്കൾക്ക് വീട് നിർമ്മിച്ചു നൽകും. ആദ്യഘട്ടത്തിൽ 50 വീടുകളെന്ന് വിദ്യാഭ്യാസ മന്ത്രി. വിശദമായി കിടക്കുമ്പോൾ അർജന്റീന മത്സരത്തിന്റെ പേരിൽ കരൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം നവീകരണം സ്വകാര്യ വ്യക്തിക്ക് കൈമാറിയതിൽ ദുരൂഹത. സ്വകാര്യ വ്യക്തിയുമായുള്ള കരാർ വ്യവസ്ഥകൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തു വന്നു. സ്പോൺസറുടെ സ്റ്റേഡിയത്തിലെ തുടർ ഇടപാടുകളിൽ അവ്യക്തതയുണ്ടെന്ന് ഭരണകക്ഷി MLA കൂടിയായ PV ശ്രീനിജനും ആരോപിച്ചു. സ്റ്റേഡിയം കൈമാറ്റ വിഷയത്തിൽ GCDA നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് സൂചന. മെസ്സി വരില്ല എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടത്തുന്ന അറ്റകുറ്റപ്പണികളിൽ അത് ആരായിരിക്കും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് കോൺഗ്രസ് അടക്കം ഉന്നയിക്കുന്നത്. അതിലൊരു ആശങ്ക കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ സ്പോൺസർമാരാണ് 70 കോടി രൂപ മുടക്കി സ്റ്റേഡിയം നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് മെസ്സി വരില്ല, അല്ലെങ്കിൽ അർജന്റീന ടീം അവിടെ വന്ന് മത്സരിക്കില്ല എന്ന് ഉറപ്പായതോടെ ഇനി ഈ പണം അവരെങ്ങനെയായിരിക്കും തിരികെ പിടിക്കുക എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. ഇതിൽ GCDA എന്തടിസ്ഥാനത്തിലാണ് ഈ സ്പോൺസർമാർക്ക് കരാർ നൽകിയത്, ആ കരാർ എവിടെയാണ് എന്ന ചോദ്യം കൂടി കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. GCDA പറയുന്നത് ഇതിൽ ഈ മെസ്സി ഇന്നലെ വരില്ല എന്ന് വ്യക്തമായതോടെ GCDA പിന്നീട് ഈ വിഷയത്തിൽ പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടുമില്ല. സ്പോൺസർമാരാണ് ഇപ്പോൾ അവിടെ പണം മുടക്കി സ്റ്റേഡിയം നവീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മുടക്കിയ പണം തിരികെ പിടിക്കുന്നതിന് വേണ്ടി ഭാവിയിൽ അവിടെ നടക്കുന്ന
പരിപാടികളിലെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ലാഭവിഹിതം അല്ലെങ്കിൽ ആ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പണം ഇവർക്ക് തന്നെ തിരിച്ച് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകളാണോ ഈ സ്പോൺസർമാർ നടത്തുന്നത് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. ഇതിൽ സ്പോർട്സ് കേരള ഫെഡറേഷനും GCDയും സ്പോൺസർമാരും തമ്മിലുള്ള ഒരു ത്രികക്ഷി കരാറാണ് ഉണ്ടായിരുന്നതെന്ന വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ GCDA ഇതിനെ തള്ളി പറയുന്നുണ്ട്. തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ കരാറും സ്പോൺസർമാരുമായി ഏർപ്പെടുത്തിയിട്ടില്ല. മറിച്ച് സ്പോർട്സ് കേരള ഫെഡറേഷനുമായിട്ടാണ് കരാർ ഉണ്ടായിരുന്നത്. അതിൽ ചില അവ്യക്തതകൾ ഉണ്ടെന്ന് PV ശ്രീനിജൻ MLA കൂടി ന്യൂസ് 18നോട് വ്യക്തമാക്കുന്നുണ്ട്. ഇനി വരുന്ന കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കാം, GCDയുടെ യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കും എന്നുകൂടി PV ശ്രീനിജൻ പറയുന്നുണ്ട്. എന്തായാലും ഭരണത്തിൽ തന്നെ ചെറിയ ഒരു ആശയക്കുഴപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വരുന്ന GCDയുടെ യോഗത്തിൽ PV ശ്രീനിജൻ അടക്കമുള്ളവർ ഈ വിഷയത്തിലെ അവ്യക്തത മറനീക്കണമെന്ന് ആവശ്യപ്പെടാനാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ട ആധികാരികമായിട്ട് മറുപടി പറയേണ്ട ആളുകൾ ഇതിൽ ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ആരാണോ ഇതിന് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരിതിൽ വന്ന് ഇതാണ് കാര്യങ്ങളെന്ന് ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കേണ്ടതാണ്. ആ വിശദീകരിക്കാത്തതിലുള്ളൊരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഇത്തരം സംശയങ്ങളൊക്കെ ഉണ്ടാകാൻ ഒരു കാരണം. ഞാൻ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഞാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ എറണാകുളം ജില്ലാ ഫുട്ബോൾ അസോസിയേഷനോ കേരള ഫുട്ബോൾ അസോസിയേഷനോ ഈ അർജന്റീന ടീം വരുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് വരെ ഞങ്ങൾക്ക് യാതൊരു അറിയിപ്പും കിട്ടിയില്ലെന്നുള്ളത് ഒരു ഖേദകരമായിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസ് വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇത് സർക്കാരിന്റെ തന്നെ സ്പോൺസേർഡ് പരിപാടികൾ അല്ലെങ്കിൽ സർക്കാരിന്റെ PR ആയി പ്രവർത്തിക്കുകയാണോ റിപ്പോർട്ടർ ചാനൽ എന്ന രൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ ഉന്നയിച്ചത്. മറ്റൊരു കാര്യം, ഈ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട വഞ്ചന കേസുകൾ അടക്കം നിലനിൽക്കുന്ന പ്രതിക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അവരെ എന്ത് വിശ്വസിച്ചാണ് സർക്കാർ ഇത്രയും വലിയ പരിപാടി സ്പോൺസർ ചെയ്യാനായി ഏൽപ്പിച്ചത്? ഇവർ തമ്മിലുള്ള കരാറിൽ എന്തെങ്കിലും നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നുകൂടി കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. PMC വിവാദം തുടരുകയാണ്. നാളെയാണ് നിർണായകമായ ദിനം. CPIയുടെ പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനിടയിൽ PMCയിൽ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രന്റെ മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി രംഗത്ത് വന്നു. ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസ നയം അടിയറവ് വയ്ക്കുന്ന ഒരു നടപടിയും ഉണ്ടാകില്ല. സുരേന്ദ്രൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വപ്നം മാത്രം, അതൊന്നും കേരളത്തിൽ വിലപ്പോവില്ലെന്നും ശിവൻകുട്ടി പറയുന്നു. ഗോഡ്സെയും ഹെഡ്ഗേവാറും അടക്കം PMC പദ്ധതിയിലൂടെ കേരളത്തിൽ പഠിപ്പിക്കേണ്ടി വരുമെന്നാണ് ഇന്നലെ K സുരേന്ദ്രൻ പറഞ്ഞത്. 45 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് മുന്നണി ഇപ്പോൾ കടന്നുപോകുന്നത്. മുന്നണിയെ അറിയിക്കാതെയും മന്ത്രിസഭയെ അറിയിക്കാതെയും ഒക്കെയുള്ള PMC കരാർ ഒപ്പുവയ്ക്കൽ കടുത്ത അതൃപ്തി CPIക്ക് തുടരുകയാണ്. ഒരു കാരണവശാലും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് CPI വ്യക്തമാക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്? മുഖ്യമന്ത്രി ഇന്ന് വിദേശത്ത് നിന്ന് മടങ്ങിയെത്തും. മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഉറപ്പ് മാത്രമാണ് CPIക്ക് പ്രതീക്ഷിക്കാവുന്ന ഏക കാര്യം. പക്ഷേ മുഖ്യമന്ത്രി ഉറപ്പ് നൽകുമ്പോഴും നിലവിൽ കരാർ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ നിയമം അടക്കം നടപ്പാക്കേണ്ടി വരും. അങ്ങനെ സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കാൻ സംസ്ഥാനവും നിർബന്ധിതമാകുമെന്ന ആശങ്ക CPIക്കുണ്ട്. എങ്ങനെയാണ് പ്രതിസന്ധി പരിഹരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയും CPIക്കോ CPMനോ ഇല്ല. മുഖ്യമന്ത്രി എന്തു പറയുന്നു എന്നതിനെ ആശ്രയിച്ച് മാത്രമായിരിക്കും നാളത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവിലെ തീരുമാനങ്ങൾ കൂടി. മുഖ്യമന്ത്രിയിൽ നിന്നും കൃത്യമായ ഒരു ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് തന്നെ പോകാൻ, അത് മന്ത്രിമാരെ പിൻവലിക്കുന്നതോ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതോ അടക്കമുള്ള മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക അടക്കമുള്ള കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ തന്നെയാണ് CPI തയ്യാറെടുക്കുന്നത്. ആ സൂചനയാണ് ഇന്നും CPI നേതാക്കൾ നൽകിയത്. ചർച്ചയെന്ന് പറഞ്ഞാൽ സംയമനത്തിന് നീക്കമാണല്ലോ. ചർച്ചയെന്ന് പറഞ്ഞാൽ വിഷയം പരിഹരിക്കുകയാണ്. വിഷയം പരിഹരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ചർച്ചയിലൂടെ പരിഹരിക്കാനേ മാർഗമുള്ളൂ. അല്ലാതെ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. CPIയുടെ നിലപാട് പാർട്ടി സെക്രട്ടറിയെ അറിയിച്ചിട്ടുണ്ട്. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച തുടരും, ചർച്ച ഉണ്ടാകും. എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷ ഇപ്പോഴും CPM കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. CPI കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയും. പക്ഷേ എന്ത് കാര്യമാണ് പറയാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കാൻ CPI നേതാക്കളും കഴിയുന്നില്ല. MA ബേബി ഈ കരാറിനെക്കുറിച്ച് പൂർണ്ണമായും CPM ജനറൽ സെക്രട്ടറി MA ബേബി അജ്ഞനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കരാർ ഒപ്പുവയ്ക്കുന്ന വിവരം അറിയില്ലായിരുന്നു. 2 ദിവസമായി അദ്ദേഹം ഈ വിഷയത്തിൽ മൗനം തുടരുകയാണ്. ഇന്നും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. കോൺഗ്രസ് എന്തുകൊണ്ട് രാജസ്ഥാനിൽ ഒപ്പുവെച്ചു എന്ന മറുവാദമൊക്കെയാണ് ഇപ്പോൾ CPM നേതാക്കൾ ഉന്നയിക്കുന്നത്. ഒരു തരത്തിലും ദേശീയ വിദ്യാഭ്യാസ നയം RSSന്റെ അജണ്ടകൾ ഇവിടെ നടപ്പാകില്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ നിയമമന്ത്രിയും ഒക്കെ. വകുപ്പുകളിലും
ഫയലുകൾ അയക്കുമ്പോൾ നിയമവകുപ്പ് അഭിപ്രായം നൽകും. ഭരണവകുപ്പിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ നയപരമായ തീരുമാനമെടുക്കും. അപ്പോൾ ഓരോ വകുപ്പിനും അത് സംബന്ധിച്ച് തീരുമാനമെടുക്കാം. ഇപ്പോൾ ഇത് സംബന്ധിച്ച് എന്തായാലും ചർച്ച നടക്കുന്നുണ്ടല്ലോ. LDF അത് വിശദമായിട്ട് ചർച്ച ചെയ്യുമെന്നും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും കാക്കാം. നാഥൂറാം വിനായക ഗോഡ്സെയും ഹെഡ്ഗേവാറിനെയും ഒക്കെ കേരളത്തിലെ കുട്ടികൾ പഠിക്കേണ്ടി വരും. ഇത്രയും നാൾ അവരെപ്പറ്റി പ്രചരിപ്പിച്ചിരുന്നത് തെറ്റായ കാര്യങ്ങളായിരുന്നു. അത് തിരുത്തി ആരാണ് യഥാർത്ഥത്തിൽ നേതാക്കൾ എന്ന കാര്യങ്ങൾ കേരളത്തിലെ കുട്ടികൾ പഠിക്കേണ്ടി വരും. അതുതന്നെ വിദ്യാഭ്യാസ നയം അതേപടി നടപ്പാക്കേണ്ടി വരും. PMCയിൽ ഒപ്പിട്ട പണം വാങ്ങി മിണ്ടാതിരിക്കാൻ കഴിയില്ല നിലപാട് ഇന്നലെ BJPയുടെ നേതാവ് K. സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ഇന്ന് സുരേന്ദ്രന്റെ മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് രംഗത്ത് വരികയും ചെയ്തു. എല്ലാം സുരേന്ദ്രന്റെ സ്വപ്നമാണ്. ഒരു കാരണവശാലും കേരളത്തിൽ RSSന്റെ സംഘപരിവാറിന്റെ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്ന് തന്നെ ഇന്നും ആവർത്തിച്ചു പറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. കേരളത്തിലെ ഇന്നലെ വരെ തുടർന്ന് വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയം ഒരു കാരണവശാലും അടിയറ വയ്ക്കുന്ന പ്രശ്നമേ ഇല്ല. ഇന്നലെ BJPയുടെ നേതാവ് സുരേന്ദ്രൻ പറയുന്നത് കേട്ടു. ദേശീയ അടിസ്ഥാനത്തിലുള്ള RSSന്റെയും അതുപോലെ ഉള്ള ആൾക്കാരുടെ ചരിത്രവും അവരുടെ പ്രവർത്തന ശൈലിയൊക്കെ തന്നെ ഞങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികളെ പാഠപുസ്തകത്തിലൂടെ പഠിപ്പിക്കും എന്നാണ് പറയുന്നത്. അത് ഒരു കാരണവശാലും കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. അത് സുരേന്ദ്രന്റെ സ്വപ്നം മാത്രമാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. നേതാക്കൾ ഇതൊക്കെ പറയുമ്പോഴും എങ്ങനെയാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകുക? CPI എടുത്തത് ഏറ്റവും കടുത്ത ഒരു നിലപാട് പ്രഖ്യാപനമാണ്. ഒരു വിധത്തിൽ പിന്നോട്ട് പോകാൻ ഇനി അവർക്ക് കഴിയില്ല. സംസ്ഥാന കൗൺസിലിൻ്റെ അറിവില്ലാതെ ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാനും കഴിയില്ല. നാളെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ നിന്നുകൂടി കാര്യമായി ഒന്നും ലഭിച്ചില്ലെങ്കിൽ കടുത്ത നിലപാടിലേക്ക് CPI പോകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ ഇടതുമുന്നണി ഒന്നാകെ മാറുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിത്രം. മുന്നണി യോഗം വിളിച്ച് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടില്ല. അതും മുഖ്യമന്ത്രിയുടെ അനുമതിയും അറിവും വേണം. മുഖ്യമന്ത്രിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ മുഖ്യമന്ത്രി കൂടിയാണ്. മുഖ്യമന്ത്രി ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് മടങ്ങിയെത്തും. 30-ാം തീയതി അദ്ദേഹം തിരികെ ഖത്തറിലേക്ക് പോവുകയും ചെയ്തു. ഇതിനിടയിൽ എപ്പോഴാണ് ഈ സമവായ ചർച്ചകൾ നടക്കുക എന്നാണ് അറിയേണ്ടത്. എങ്ങനെ CPIയെ അനുനയിപ്പിച്ച് കൂടെ നിർത്താനാകുമെന്ന ചർച്ചയാണ് ഇപ്പോൾ CPM-ലും സജീവമായി നടക്കുന്നത്. PMC പ്രതിപക്ഷത്തിനും രാഷ്ട്രീയ ആയുധമാണ്. PMC പദ്ധതിയിൽ CPM-ലെ മന്ത്രിമാരോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കള്ളത്തരം കാണിച്ചെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. MA ബേബി വിധേയനായവനെ പോലെയാണ് നിൽക്കുന്നതെന്നും സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെ ആര് ബ്ലാക്ക്മെയിൽ ചെയ്തെന്നും VD സതീശൻ ചോദിക്കുന്നു. അതൊക്കെ അവർ പോയിക്കോട്ടെ, അതൊന്നും നമ്മളെ ചെയ്യുന്ന പ്രശ്നമല്ല. ഇതിൻ്റെ അകത്ത് വിഷയം എന്താണ്? 10-ാം തീയതി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും മുഖ്യമന്ത്രി കാണുന്നു. ഇതുവരെയുള്ള CPM-ന്റെ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും നയം എന്താ? ഇതിന് 2 ആഴ്ച മുമ്പ് മന്ത്രി ശിവൻകുട്ടി ചിന്തയിൽ കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇതിനെതിരെ. 10-ാം തീയതി എന്ത് സംഭവിച്ചു? ഡൽഹിയിൽ എന്താ സംഭവിച്ചത്? അമിത്ഷായുടെ വസതിയിൽ വെച്ചാണെന്ന് തോന്നുന്നു കണ്ടത്. എനിക്ക് തോന്നുന്നു, ഞാനത് പരിശോധിച്ചിട്ടില്ല. എന്താ അവിടെ വെച്ച് നടന്നത്? എന്ത് ഡീലാണ് അവിടെ വെച്ച് നടന്നത്? 16-ാം തീയതി ഒപ്പുവയ്ക്കുന്നു. 22-ാം തീയതി മന്ത്രിസഭാ യോഗത്തിൽ CPI വാശിയോടുകൂടി എതിർക്കുന്നു. അപ്പൊ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരിക്കുന്നു. ഒപ്പുവെച്ചിട്ട് വന്നിട്ടിരിക്കുക. കൂടെയുള്ള മന്ത്രിമാരോട് വരെ കള്ളത്തരം കാണിക്കുകയാണ്. ഒപ്പുവെച്ചിട്ട് വന്നിട്ടിരിക്കുമ്പോൾ ആ CPI മന്ത്രി എല്ലാ മന്ത്രിമാർക്കും കൂടി വേണ്ടിയിട്ട് ഇതൊരിക്കലും ഒപ്പുവെക്കരുതെന്ന് പറയുമ്പോൾ രണ്ടുപേരും മൗനം അവലംബിക്കുന്നു. സീതാറാം യെച്ചൂരിയാണ് ആ പൊസിഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒപ്പുവെക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം സമ്മതിക്കില്ലേ? MA ബേബിയൊക്കെ വിധേയനെ പോലെ നിൽക്കുകയാണ്. അതുപോലെ സംസ്ഥാന ഘടകം തീരുമാനിക്കട്ടെ. ഇതിനിടെ CPIയെ പരിഹസിച്ച് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നു. ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിക്കാനാണ് CPI എതിർപ്പ് ഉയർത്തുന്നത്. മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചാൽ CPIയുടെ പ്രശ്നമെല്ലാം അവിടെ തീരുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അത് മുന്നണി മര്യാദ പിണറായി വെച്ച് അതൊക്കെ പാസ്സാക്കി പോയി മുന്നണി മര്യാദ പാലിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അടങ്ങാനുള്ള കാര്യമുള്ളൂ. അത് സാക്ഷാൽ പിണറായി നേരെ വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അതങ്ങ് അവസാനിക്കും. അവർ ജീവിച്ചിരിക്കുന്നത് അറിയിക്കണ്ടേ? കാരണം ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്നൊക്കെ പറയണ്ടേ? അങ്ങനെ ഇതൊക്കെ മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും പറഞ്ഞാൽ വേണ്ടി നിന്നാ ഇതിലെന്തെങ്കിലും അന്തർധാരയുണ്ടോ? ഒരു അന്തർധാരയില്ലേ? ഇതൊക്കെ രാഷ്ട്രീയമല്ലേ. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞിടത്ത് ആരെങ്കിലും നിന്നിട്ടുണ്ടോ? മാറിയും പറഞ്ഞു പോകും.
മറ്റൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച് SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കാൻ ഒരാഴ്ച മാത്രം ശേഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് തെളിവെടുപ്പ് ഉൾപ്പെടെ ഊർജിതമാക്കിയിരിക്കുന്നത്. അതേസമയം ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോറ്റിയെ ചോദ്യം ചെയ്തതിന് ശേഷം കേരളത്തിൽ തിരികെ എത്തിച്ചു. ശബരിമലയിലെ സ്പോൺസർ എന്ന് വിശ്വസിപ്പിച്ച ശേഷം തന്നെയും ഉണ്ണികൃഷ്ണൻ പോറ്റി കബളിപ്പിച്ചതായി ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയെന്നാണ് സൂചന. ഗോവർദ്ധനും ശബരിമല തന്ത്രിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ തുടരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ ഊർജിതമാക്കാനുള്ള നീക്കം SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിനിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം കൈമാറിയതെന്ന് കരുതുന്ന ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഗോവർദ്ധനൻ 2023 ജൂലൈ 3 ശബരിമലയിലെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരെ ജ്വല്ലറിയിൽ അയ്യപ്പ പൂജയ്ക്കായി ക്ഷണിച്ചതിന്റെ ഇൻവിറ്റേഷൻ കാർഡ് അടക്കമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ലഭിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 35 വർഷമായി ശബരിമലയിൽ താൻ സ്ഥിരം ദർശനത്തിന് എത്താറുണ്ടായിരുന്നെന്നും ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നാലാവുന്നതെല്ലാം അവിടെ ചെയ്യാറുണ്ടായിരുന്നെന്നും തനിക്ക് ലഭിക്കുന്ന ലാഭവിഹിതത്തിന്റെ ഒരു പങ്ക് ശബരിമലയുടെ പുണ്യപ്രവൃത്തികൾക്ക് വേണ്ടി കൈമാറാറുണ്ടായിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം ന്യൂസ് 8നോട് തന്നെയാണ് ഗോവർദ്ധനൻ വ്യക്തമാക്കിയത്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം പ്രധാനപ്പെട്ട കാര്യം ഗോവർദ്ധനൻ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പലതും പറഞ്ഞ് കബളിപ്പിക്കുകയായിരുന്നുവെന്ന വിവരം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. അതിൽ മാധ്യമങ്ങളോട് ഇപ്പോൾ തനിക്ക് പരസ്യമായി എല്ലാം പ്രതികരിക്കാനാവില്ല എന്നും എന്നാൽ വിവരങ്ങൾ മുഴുവൻ SITക്ക് കൈമാറിയിട്ടുണ്ട് എന്നുമാണ് ഗോവർദ്ധൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്കുള്ള ബന്ധങ്ങൾ ഫോട്ടോകളായി കാണിച്ചുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള അയ്യപ്പ ഭക്തരെ അടക്കം സ്വാധീനിച്ച് സാമ്പത്തികമായി അവരെ ചൂഷണം ചെയ്യാനുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് SIT ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള പരിശോധനയും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ SIT ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോറ്റിക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തത് ദേവസ്വം ബോർഡും മന്ത്രിയുമെന്ന് പ്രതിപക്ഷ നേതാവും ആരോപിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി കുടുങ്ങിയാൽ ഇവരെല്ലാവരും കുടുങ്ങും. അതിനാൽ പോറ്റിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നും സതീശൻ ആരോപിക്കുന്നു. പോറ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് അന്നത്തെ ദേവസ്വം ബോർഡും അന്നത്തെ ദേവസ്വം മന്ത്രിയാണ്. എല്ലാ കാര്യങ്ങളും എല്ലാത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ നിന്ന് ദ്വാരപാലക വിഗ്രഹം ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് 1 മാസവും 9 ദിവസത്തിനും ശേഷമാണ് ചെന്നൈയിൽ എത്തിച്ചേർന്നത് എന്നറിയണം. അപ്പൊ ഈ 39-40 ദിവസം ഈ ദ്വാരപാലക വിഗ്രഹം എവിടെയായിരുന്നു? അയ്യപ്പന്റെ സ്വത്താണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് ഉത്തരവാദിയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായി എന്തുകൊണ്ട് ക്രിമിനൽ പ്രൊസീഡിംഗ്സ് സ്വീകരിച്ചില്ല? എടുക്കായിരുന്നല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ്. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി കുടുങ്ങിയാൽ ഇവരെല്ലാവരും കുടുങ്ങും എന്നിവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് കൂടി ചെയ്തു. കൊടുത്തത് മുഴുവൻ ചെമ്പുപാളിയാണെന്ന് എഴുതി കൊടുത്തു. ഇടവേളയാണ്, മടങ്ങി വരാം. കോട്ടയത്ത് പണത്തിനു വേണ്ടി 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ച പിതാവടക്കം 3 പേർ അറസ്റ്റിൽ. അസം സ്വദേശിയായ പിതാവിനെയും UP സ്വദേശികളെയും ആണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിവരമറിഞ്ഞ അമ്മ എതിർത്തതോടെയാണ് സംഭവം പുറത്തായത്. 3 മാസമായ ആൺകുഞ്ഞിനെ വിൽക്കാനാണ് അസം സ്വദേശിയായ പിതാവ് ശ്രമിച്ചത്. UP സ്വദേശിയായ അർമാൻ ഇടനിലക്കാരനായ ഡാൻസ്കാനൊപ്പം എത്തി 50,000 രൂപയ്ക്ക് വിലയുറപ്പിച്ചായിരുന്നു കച്ചവടം. 1000 രൂപ മുൻകൂറായി വാങ്ങി. എന്നാൽ കുട്ടിയുടെ മാതാവ് എതിർത്തതോടെ അയൽവാസിയായ അസം സ്വദേശികൾ വിവരമറിഞ്ഞു. ഇവർ കുമരകം സ്വദേശിയായ കോൺട്രാക്ടറെ അറിയിച്ചതോടെ ഇയാൾ പോലീസിനെ വിളിച്ചു. ഇതോടെ കുമരകം പോലീസ് ഇടപെട്ട് കൈമാറ്റം തടഞ്ഞു. തൊട്ടടുത്ത് താമസിക്കുന്ന ബാർബർ ഷോപ്പിലെ ഒരു തൊഴിലാളിയാണ് ഇതിന് ഇടനിലക്കാരനായിട്ട് നിന്നത്. അദ്ദേഹത്തിന്റെ ഇടപെടലിൽ UP-കാരനായ ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്കാണ് ഈ കുട്ടിയെ വിൽക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയത്. അദ്ദേഹത്തിന് 3 ആൺകുട്ടികളാണ്. അതുകൊണ്ട് ഒരു ആൺകുട്ടിയെ കൂടി വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇതിനുള്ള ശ്രമം നടത്തിയത്. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ പിതാവിന് 50,000 രൂപയുടെ കടമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ കടം ഇല്ലാതാക്കുന്നതിന് വേണ്ടി കടം
ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അതിന് 1000 രൂപയുടെ അഡ്വാൻസ് ഇന്നലെ വാങ്ങിയിരുന്നു. അതാണ് ആ മാതാവ് തൻ്റെ കൂടെയുള്ള ആളുകളെ അറിയിച്ചതും. സംഭവം അറിഞ്ഞപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസ് പെട്ടെന്ന് തന്നെ ഇവിടെ എത്തുകയും ചടുലമായ നീക്കത്തിലൂടെ ഈ 3 പ്രതികളെയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുകയും അവരെ കുമരകം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. 3 പെൺകുട്ടികളാണുള്ളതെന്നും ഒരാൺകുട്ടി വേണമെന്ന ആഗ്രഹത്തിലാണ് കുട്ടിയെ വാങ്ങാൻ തീരുമാനിച്ചതെന്നും അർമാൻ പോലീസിന് മൊഴി നൽകി. കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചത് കടം വീട്ടാനാണെന്ന് കുഞ്ഞിന്റെ പിതാവ് മൊഴി നൽകി. മദ്യപാനത്തിനും പണം ആവശ്യമാണ്. 2 പേരുടെയും മൊഴികൾ പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തില്ല. മൊബൈൽ ഫോണും ബാങ്ക് അക്കൗണ്ടും ഉൾപ്പെടെയുള്ളവയും പരിശോധിച്ച് കൂടുതൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ ശ്രമം. കോട്ടയം ചെങ്ങളത്ത് തന്നെ ബാർബർ ഷോപ്പ് നടത്തുകയാണ് ഇടനിലക്കാരനായ ഡാനിഷ് ഖാൻ. ന്യൂസ് 18 കോട്ടയം. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് കുടുംബം 65 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് പത്തനംതിട്ട സബ് കോടതിയെ സമീപിച്ചത്. പി പി ദിവ്യ കൈക്കൂലി ആരോപണം ഉന്നയിച്ച TV പ്രശാന്തൻ എന്നിവർക്കെതിരെയാണ് കേസ്. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് കുടുംബം ഇപ്പോൾ മാനനഷ്ട കേസ് കൂടി പത്തനംതിട്ട സബ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അത് പ്രധാനമായും ഈ പ്രതികളായ PP ദിവ്യക്കെതിരെയും ഒപ്പം ഈ പെട്രോൾ പമ്പ് തുടങ്ങാൻ വേണ്ടി തൻ്റെ കയ്യിൽ നിന്നും ADM പണം ആവശ്യപ്പെട്ടുവെന്ന് ആരോപണം ഉന്നയിച്ച TV പ്രശാന്തിനെതിരെയുമാണ് ഇത്തരത്തിലൊരു കേസ് നൽകിയിട്ടുള്ളത്. അത് എന്തായാലും ഈ 2 പേർക്കെതിരെയും കോടതി ഇപ്പോൾ സമൻസ് അയച്ചിട്ടുണ്ട്, ഹാജരാവാൻ വേണ്ടി സമൻസ് അയച്ചിട്ടുണ്ട്. ഈ 2 പേരും ഗൂഢാലോചന നടത്തിയെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത്. ഭാര്യ മഞ്ജുഷയും അതാണ് പറയുന്നത്. തുടക്കം മുതൽ കുടുംബം ഇക്കാര്യം കൃത്യമായി ഈ അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും അന്വേഷണ സംഘം പരിശോധിച്ചില്ല എന്നുള്ളൊരു ആരോപണം കൂടി കുടുംബം ഉന്നയിക്കുന്നു. ഫോൺ രേഖകൾ, പ്രശാന്തനുമായി സംസാരിച്ചുള്ള ഫോൺ രേഖകളൊന്നും തന്നെ പരിശോധിച്ചിട്ടില്ല. സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ വലിയ രീതിയിൽ കുരുക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയാണ് 2 പേരും, അതായത് PP ദിവ്യയും പ്രശാന്തനും ഗൂഢാലോചന നടത്തിയെന്നാണ് കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ നഷ്ടപരിഹാരത്തിനൊപ്പം 65 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് കേസിലേക്ക് ഇവരെ കൊണ്ടുവരിക എന്നുള്ള കാര്യം കൂടി ഇതിനകത്തുണ്ട്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം ഇതിൽ ഉണ്ടാകണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. നേരത്തെ അവർ നൽകിയ നിയമപരമായുള്ള നിയമ പോരാട്ടം കഴിഞ്ഞ് 1 വർഷമായി കുടുംബം നടത്തുകയാണ്. പക്ഷേ തങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നൊരു കാര്യമാണ് കുടുംബം പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ ഗൂഢാലോചന നടത്തിയിട്ടുള്ള ഈ ADMൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലേക്ക് ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തി ADM മരിക്കാനിടയുണ്ടായ സാഹചര്യത്തിൽ അതിൻ്റെ പ്രധാന കണ്ണികളാണ് ഈ 2 പേരും. അതുകൊണ്ട് തന്നെ അവർ 2 പേർക്കെതിരെയുമാണ് ഇപ്പോൾ ഒരു മാനനഷ്ട കേസ് കൂടി കുടുംബം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നൽകിയിട്ടുള്ളത്. എന്തായാലും നവംബർ ആദ്യവാരത്തോടുകൂടി ഈ കേസ് പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരം വെള്ളനാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി ഇൻചാർജ് അനിൽകുമാർ ആത്മഹത്യ ചെയ്തു. അടുത്ത വർഷം മെയ് മാസം വിരമിക്കാനിരിക്കെയാണ് മരണം. സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1.5 വർഷത്തിൽ കൂടുതലായി സസ്പെൻഷനിലായിരുന്നു. സാമ്പത്തിക ബാധ്യതകളാണ് മരണകാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. അടിമാലി കൂമ്പൻപാറയിൽ മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിന് വിട നൽകി നാട്. ഇന്ന് പുലർച്ചെ 4:30യോടെയാണ് ബിജുവിൻ്റെ മൃതദേഹം പുറത്തെടുത്തത്. ബിജുവിൻ്റെ ഭാര്യ സന്ധ്യ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലാണ്. പ്രദേശത്തു നിന്നും 22 കുടുംബങ്ങളെ നേരത്തെ മാറ്റിപ്പാർപ്പിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ദേശീയപാത നിർമ്മാണത്തിനായി നടന്ന അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിക്കാൻ ജില്ലാ ഭരണകൂടവും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രി 10:30ഓടെയാണ് നാടിനെ നടുക്കിയ ദുരന്തം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കൂമ്പൻപാറയ്ക്ക് സമീപം ലക്ഷൻ വീട് ഉന്നതിയിലെ വീടുകൾക്ക് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. ക്യാമ്പിൽ നിന്നും വീട്ടിലേക്കിറങ്ങിയ ബിജുവും ഭാര്യയും അപകടത്തിൽപ്പെട്ടു. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് 7 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇരുവരെയും പുറത്തെടുക്കാനായത്. പക്ഷേ ബിജു മരിച്ചു. പ്രദേശത്തെ വൈദ്യുതി ബന്ധം നഷ്ടമായതിനാൽ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയുണ്ടായി. ദുരന്ത സാധ്യത മുന്നിൽ കണ്ട് പ്രദേശത്തെ 22 കുടുംബങ്ങളെ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടത്തിലേക്ക് ഇന്നലെ തന്നെ മാറ്റിയിരുന്നു. സാധാരണ നിലയിൽ ഇപ്പോൾ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആളുകൾ ആ ദുരന്തം ഉണ്ടാകുമെന്ന് ആ വിധത്തിൽ പ്രതീക്ഷിക്കില്ല, അല്ലെങ്കിൽ ആ വിധത്തിൽ കരുതില്ല. കാരണം സാധാരണ നിലയിൽ നമ്മൾ കാണുന്ന മഴയായതുകൊണ്ട് ചിലപ്പോൾ പ്രശ്നമുണ്ടാകില്ല എന്ന് കരുതുകയായിരിക്കും ഉണ്ടാവുക.
എന്നാൽ ആളുകൾക്ക് ചെറിയ വിസമ്മതം ഉണ്ടായെങ്കിലും മിനിഞ്ഞാന്ന് രാത്രി തന്നെ ഇന്നലെ തന്നെ വളരെ ഫോഴ്സ്ഫുള്ളായി ആളുകളെ സ്ഥലത്തു നിന്ന് മാറ്റിയതുകൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. രാത്രി ചില സാധനങ്ങൾ എടുക്കാനും ഭക്ഷണം കഴിക്കാനുമായിട്ടാണ് ബിജുവും ഭാര്യയും വീട്ടിലെത്തിയത്. അപ്പോഴാണ് ദുരന്തമുണ്ടായത്. ഇരുകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ സന്ധ്യയെ കളമശ്ശേരി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് ദുരന്തത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. റോഡ് നിർമ്മാണം ആരംഭിച്ചപ്പോൾ മുതൽ പൊതുപ്രവർത്തകരും നാട്ടുകാരും നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും അധികൃതർ കാര്യമായ പ്രാധാന്യം നൽകിയില്ല. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിലും ദേശീയപാതയിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി. ദുരന്ത ഭാഗത്ത് മണ്ണിൽ പലയിടങ്ങളിലും വിള്ളൽ വീണിരുന്നു. ഈ ഭാഗത്താണ് കഴിഞ്ഞ രാത്രിയിൽ ഇടിഞ്ഞു വീണ അപകടമുണ്ടായത്. ന്യൂസ് 18 ഇടുക്കി. മരണപ്പെട്ട ബിജുവിന്റെ ഭാര്യ സന്ധ്യയുടെ ഇടതുകാലിന് ഗുരുതരമായ പരിക്കേറ്റെന്ന് രാജഗിരി ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സണ്ണി പി ഓരത്തേൽ പറയുന്നു. കാൽമുട്ടിന് താഴോട്ട് എല്ലുകളും രക്തക്കുഴലുകളും ചതഞ്ഞരഞ്ഞു. രക്തയോട്ടം നിലച്ചത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണെന്നും ഡോക്ടർ വ്യക്തമാക്കി. ഞാനിപ്പോൾ തിയേറ്ററിൽ നിന്നും വരികയാണ്. സന്ധ്യ ബിജു എന്ന 41 വയസ്സുള്ള യുവതിയെ ഇന്ന് രാവിലെ 5:16 ഇവിടെ എത്തിച്ചത്. ആ സമയം തൊട്ട് നമ്മുടെ ഡോക്ടർമാരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ആക്സിഡന്റ് നടന്നു, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വ്യക്തിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ടീം ഓഫ് ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയമായിരുന്നുവെങ്കിലും കൃത്യമായിട്ട് ഉടൻ തന്നെ അതിനു വേണ്ടുന്നതായിട്ട് നടപടികൾ സ്വീകരിച്ചു. ഹെഡ് ഇഞ്ചുറി ഇല്ല, നെഞ്ചിനോ അല്ലെങ്കിൽ തൊറാസിക് ക്യാവിറ്റിയിൽ ഇഞ്ചുറി ഒന്നുമില്ല, അബ്ഡോമിനൽ ഇഞ്ചുറി ഒന്നുമില്ല. പക്ഷേ ഉണ്ടായ ഇഞ്ചുറി, ഗുരുതരമായ ഇഞ്ചുറി മുഴുവനും 2 കാലിനുമാണ്. അതിൽ വലത്തെ കാലിന്റെ ഇഞ്ചുറി മസിൽ മുഴുവനും ക്രഷ് ചെയ്തിരിക്കുകയാണ്. മസിൽ ക്രഷ് ചെയ്ത് ഏതാണ്ടെല്ലാം ചതഞ്ഞരഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഭാഗ്യവശാല് ആ വലത്തെ കാലിലെ ഞരമ്പുകൾക്ക് കേടില്ലാത്തതുകൊണ്ട് രക്തഓട്ടമുണ്ട്. ഏതായാലും നമ്മുടെ ടീം ഓഫ് ഡോക്ടേഴ്സ് അവർ വളരെ ശ്രദ്ധാലുക്കളായിട്ട് അവർ തിയേറ്ററിലുണ്ട്. നമുക്ക് ഒരു ശുഭപ്രതീക്ഷയോടുകൂടി നിൽക്കാം. ആ ലിംബ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ മാക്സിമം ശ്രമിക്കും. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ സ്കൂൾ കായികമേളയിൽ നിന്നും സുപ്രധാനമായൊരു പ്രഖ്യാപനം ഇന്നുണ്ടായിട്ടുണ്ട്. സ്കൂൾ കായികമേളയിൽ മീറ്റർ റെക്കോർഡും സ്വർണവും നേടിയ വീടില്ലാത്ത കുട്ടികൾക്ക് വീട് വെച്ച് നൽകുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉറപ്പ് നൽകുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയിൽ വീട് വെച്ച് നൽകും. ആദ്യഘട്ടത്തിൽ 50 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും ഇപ്പോൾ തന്നെ ഇതിനുള്ള സ്പോൺസർമാർ ആയെന്നും വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ചില കായിക താരങ്ങളുടെ വീടിന്റെ അവസ്ഥ ഞാൻ നേരിട്ട് തിരിച്ചറിയുകയുണ്ടായി. ഇതിൽ സ്വർണം നേടിയവരും മീറ്റ് റെക്കോർഡ് നേടിയവരുമുണ്ട്. ഇടുക്കി സ്വദേശിനിയായ ദേവപ്രിയയ്ക്ക് CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി വീട് വെച്ചു കൊടുക്കുവാൻ അറിയിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള കേരള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് കോഴിക്കോട് സ്വദേശിനിയായ ദേവനന്ദയ്ക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും. കേരള സ്കൂൾ ഒളിമ്പിക്സിൽ മീറ്റ് സ്വർണം നേടിയ അർഹരായവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണിത്. നിലവിൽ 50 വീട് വെച്ച് നൽകുവാനാണ് ലക്ഷ്യം. ഇതിനായി വിവിധ സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് വന്നിട്ടുള്ളത്. കേരളത്തിലെ നല്ലവരായ ജനങ്ങളോട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ പദ്ധതിയിൽ വീട് വെച്ച് നൽകുവാൻ താല്പര്യമുള്ളവർ വകുപ്പിനെ സമീപിച്ചാൽ പാവപ്പെട്ട കുട്ടികൾക്ക് അത് വലിയ കൈത്താങ്ങാകും. 3 മാസത്തിനകം അവർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കണമെന്നുള്ള കാര്യമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. ഒന്ന് വീടില്ലാത്തവരുണ്ട്, വീടും സ്ഥലവും ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അത് അനുസരിച്ചുള്ള എത്രയാണെന്ന് വെച്ചാൽ അവിടുത്തെ മാർക്കറ്റ് റേറ്റൊക്കെ നോക്കിയിട്ട് അത് നാട്ടുകാരുടെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി പഞ്ചായത്തിനുകൊണ്ട് ആക്കിയിട്ട് നമുക്ക് കൊടുക്കാം. ഇപ്പം ലൈഫിൽ കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ്. അപ്പോൾ പിന്നെ സ്ഥലം വാങ്ങാൻ വേണ്ടി 6 ലക്ഷം രൂപയാണ്. ലൈഫിൽ കൊടുക്കുന്ന 10 ലക്ഷം രൂപയാണ്. അപ്പോൾ അത് എങ്ങനെ വേണമെന്ന് സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. സമീപകാലത്ത് ഏറ്റവും അധികം ആരോപണം നേരിട്ട വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. എന്നാൽ രാഹുൽ മാങ്കൂട്ടം വീണ്ടും പൊതുരംഗത്ത് സജീവമാകാൻ ഒരുങ്ങുകയാണ്. ഇതിനിടയിലാണ് മറ്റൊരു വിവാദം. ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കൊപ്പം റോഡ് ഉദ്ഘാടന ചടങ്ങിൽ പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ പങ്കെടുത്ത സംഭവമാണ് വൻ വിവാദമായത്. ഇതോടെ പ്രമീള ശശിധരനെ തള്ളി BJP നേതൃത്വം രംഗത്തു വന്നു. സംഭവം പാർട്ടി പരിശോധിക്കുമെന്നാണ് BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറയുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം വേദി പങ്കിടുകയോ അദ്ദേഹത്തോടൊപ്പം പരിപാടികളിൽ പങ്കെടുക്കുകയോ പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയോ ചെയ്യരുത് എന്നതാണ് ഓരോ പാർട്ടി പ്രവർത്തകനിൽ നിന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നത്. ഇനി
ഇന്നലെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പാലക്കാട് MLAയോടൊപ്പം വേദി പങ്കിട്ടിട്ടുണ്ട്. അത് അവർ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി തീരുമാനത്തോടൊപ്പം നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം അവരിന്നലെ പാലക്കാട് നടന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. അരുതാത്ത കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ വിഷയം സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം എന്താണ് അതിനകത്ത് തീരുമാനമെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ വിശദീകരണം നൽകും. CPM-ന്റെയും BJP-യുടെയും എതിർപ്പ് തണുത്തതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെ പൊതുപരിപാടികൾ കൂടുതൽ സജീവമാകുകയാണ്. രാഹുലിനെതിരെ വലിയ സമരപരിപാടികൾ പ്രഖ്യാപിച്ച BJP-യും CPM-ഉം ഇപ്പോൾ സമരത്തിനിറങ്ങുന്നില്ല. ഇതിനിടെയാണ് നഗരസഭാധ്യക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത ചടങ്ങിൽ വേദി പങ്കിട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്നും തടയുമെന്നും ഒക്കെയായിരുന്നു ഡിവൈഎഫ്ഐയുടെയും BJP-യുടെയും നേരത്തെ പ്രഖ്യാപനമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സ്വാഭാവികമായി പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമാണ് പാലക്കാട് സംജാതമായിരിക്കുന്നത്. അദ്ദേഹം ഇതിനോടകം തന്നെ നിരവധി പരിപാടികളിൽ പങ്കെടുത്തു കഴിഞ്ഞു. അവിടെ ഒന്നും തന്നെ ആദ്യം ഉണ്ടായതുപോലെ ഒരു പ്രതിഷേധവും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം BJP നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരന്റെ കൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതാണ് ഇപ്പോൾ വിവാദമായിട്ടുള്ള മറ്റൊരു കാര്യം. നേരത്തെ BJP-യുടെ വിലക്കുണ്ടായിട്ടും പ്രമീള ശശിധരൻ ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് പാലക്കാട് BJP-യെ ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുന്നത്. ഇതിനെതിരെ പാലക്കാട് BJP അധ്യക്ഷൻ ജില്ലാധ്യക്ഷൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഗുരുതരമായ വീഴ്ചയാണ് നഗരസഭ അധ്യക്ഷയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഇത് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും, നടപടി സ്വീകരിക്കും. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നതാണ് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധങ്ങൾ തുടർച്ചയായി നടത്തുന്നത് അത് മറ്റൊരു തരത്തിൽ അദ്ദേഹത്തിന് ഗുണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പാർട്ടികൾക്കുള്ളത്. അതായത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ജനപ്രതിനിധി അനുവദിക്കാതിരിക്കുന്നത് മറ്റൊരു സന്ദേശം നൽകുമെന്നതുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധങ്ങളിൽ നിന്ന് CPM-ഉം അതുപോലെ BJP-യും ഒക്കെ തന്നെ പിന്മാറിയിരിക്കുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അല്ലെങ്കിൽ ഒരു വലിയ പ്രതിഷേധങ്ങളുണ്ട്, പരസ്യമായ പ്രതിഷേധം കൊണ്ട് ഇനി കാര്യമില്ല എന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നത് നേതൃത്വം ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ ഇത് പരസ്യമായിട്ട് സമ്മതിക്കുന്നില്ല. ഈ കാര്യത്തിൽ മുൻപ് പ്രഖ്യാപിച്ച നിലപാട് തന്നെ ആവർത്തിക്കുകയാണ് BJP നേതൃത്വം ചെയ്യുന്നത്. എന്നാൽ BJP-യെ സംബന്ധിച്ച് BJP-യിലെ ആഭ്യന്തര കലഹം പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടതിലൂടെ ഉണ്ടായിരിക്കുന്നത്. C കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള BJP-യിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു പ്രമീള ശശിധരന്റെ കഴിഞ്ഞ ദിവസത്തെ നടപടികൾ. അതിനെതിരെയും വലിയ പ്രതിഷേധം പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഈ കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് നേതൃത്വങ്ങൾ വ്യക്തമാക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തിയ സാഹചര്യത്തിൽ എന്തെല്ലാം നടപടികളായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പാലക്കാട് നിന്നും CB അനുമോദ്, ന്യൂസ് 18. അടുത്തിടെയാണ് ചാണ്ടി ഉമ്മന് സുപ്രധാനമായ ചില ചുമതലകൾ കോൺഗ്രസ് നേതൃത്വം നൽകിയത്. പാർട്ടി നൽകിയ ഉത്തരവാദിത്തം നിറവേറ്റുമെന്നും പുതിയ പദവി പാർട്ടി തന്ന അംഗീകാരമായിട്ടാണ് കാണുന്നതെന്നുമാണ് ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ പരം അംഗീകാരം കിട്ടാനില്ല. പാർട്ടിക്കപ്പുറം ഒരു ഗ്രൂപ്പും ഇല്ലെന്നും താൻ കോൺഗ്രസ് ഗ്രൂപ്പാണെന്നും ചാണ്ടി ഉമ്മൻ. ഇതിനു മുമ്പ് പറഞ്ഞ അതേ കാര്യമാണ് ഞാൻ അന്നും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ആ സ്റ്റാൻഡാണ് എനിക്കുള്ളത്. ഒരിടത്തും തിരുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞെന്താ, നമ്മൾക്കെല്ലാം പാർട്ടിയാണ് വലുത്, പാർട്ടി കഴിഞ്ഞേ എന്തും ഉള്ളൂ. ആ ഒരു നിലപാട് എനിക്കൊന്നും ഉണ്ട്. ഇന്നും അത് തന്നെ. എന്ത് ചെയ്താലും നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതല്ലേ നിങ്ങൾ പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം. ഞാൻ പറയാം, പാർട്ടിയാണ് വലുത്, പാർട്ടിക്കപ്പുറം ഒരു ഗ്രൂപ്പും ഇല്ല, ഒരു ഗ്രൂപ്പും ഉണ്ടാവത്തുമില്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, കോൺഗ്രസ് ഗ്രൂപ്പാണ് ഞാൻ, രാഹുൽ ഗാന്ധി ഗ്രൂപ്പാണ് ഞാൻ. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ, ലോകത്തെ ഞെട്ടിച്ച പാരീസിലെ ലൂവ് മ്യൂസിയത്തിലെ മോഷണത്തിൽ 2 പേർ അറസ്റ്റിലായിരിക്കുന്നു. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. നെപ്പോളിയൻ മൂന്നാമൻ്റെ ഭാര്യയായ യുജിനി ചക്രവർത്തിയുടെ 895 കോടിക്ക് മേൽ മൂല്യമുള്ള 8 ആഭരണങ്ങളാണ് പ്രതികൾ മിനിറ്റുകൾ കൊണ്ട് മോഷ്ടിച്ചത്. മൊണാലിസ ചിത്രമടക്കമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയത്തിൽ 33,000-ലധികം അമൂല്യ വസ്തുക്കളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. അഭിലാഷ്, ലോകത്തെ ഞെട്ടിച്ച ഒരു മോഷണമാണ്. മിനിറ്റ് കൊണ്ട് നടന്ന മോഷണം, വൻ സുരക്ഷാ സംവിധാനങ്ങളെ വെട്ടിച്ചുകൊണ്ട് ഒരു പകൽ സമയത്ത് നടന്ന മോഷണം. എന്താണ് ഈ അറസ്റ്റിന്റെ വിശദാംശം?
സജിത്ത്, ഇപ്പോൾ 2 പേരാണ് ഈ മോഷണവുമായി ബന്ധപ്പെട്ട് ഈ മോഷണത്തിൽ പങ്കെടുത്തുവെന്ന് പോലീസ് സംശയിക്കുന്ന 2 പേരെയാണ് ഇപ്പോൾ ഫ്രാൻസിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഒരാൾ അൾജീരിയയിലേക്ക് കടക്കുന്നതിനിടെ ആണ് വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റിലായിരിക്കുന്നത്. ചാൾസ് ഡി ഗോൾ എന്ന് പറയുന്ന പ്രശസ്തമായ വിമാനത്താവളത്തിൽ നിന്ന് അൾജീരിയയിലേക്ക് കടക്കുന്നതിനിടെയാണ് ഇതിൽ ഒരാൾ പിടിയിലായിരിക്കുന്നത്. ഇയാളുടെ കൂട്ടാളിയായിട്ടുള്ള മറ്റൊരാളെയും കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇന്നലെയാണ് ഇയാളുടെ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഇതിൽ അമേരിക്കയുടെ അന്വേഷണ ഏജൻസിയായിട്ടുള്ള FBI അടക്കം ഈ ഒരു അറസ്റ്റിൽ പിന്നിലുണ്ടെന്നാണ് വിവരം. എന്തായാലും ഫ്രാൻസിനെ ഞെട്ടിച്ച, ലോകത്തെ അമ്പരപ്പിച്ച, ഫ്രാൻസിന്റെ സർക്കാരിനെ അതീവ നാണക്കേടിലേക്ക് തള്ളിയിട്ട ഒരു വലിയ മോഷണത്തിൽ സംശയിക്കുന്ന 2 പേർ അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്നാലും 7 ദിവസമായി ഈ ഒരു മോഷണം നടന്നിട്ട്, എന്നാൽ അതിനനുസരിച്ചുള്ള ഈ 8 ആഭരണങ്ങൾ മോഷണം പോയി. അതിൻ്റെ ആഭരണങ്ങൾ എവിടെയാണെന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. ഈ ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളത്. ഈ 2 പേർക്കപ്പുറം ഈ മോഷണത്തിനായി 4 പേർ അവിടെ എത്തിയിരുന്നു. ഇപ്പോൾ 2 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ബാക്കിയുള്ളവർ ആരൊക്കെയാണ്, ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വലിയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും വ്യക്തതയില്ല. കാരണം ലോകത്തെ ഏറ്റവും വലിയ ഒരു മ്യൂസിയമാണിത്. ഇവിടെ കൃത്യമായ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. കാരണം 33,000-ലധികം വിലപിടിപ്പുള്ള അമൂല്യ ആഭരണങ്ങളും രത്നങ്ങളും തുടങ്ങിയിട്ടുള്ള വലിയ ശേഖരമാണ് ഈ ഒരു മ്യൂസിയത്തിലുള്ളത്. എന്നാൽ ഈ ഒരു 7 മിനിറ്റുകൾക്കുള്ളിൽ 4 പേർ വന്ന് ഇവിടെ വളരെ സുഗമമായ രീതിയിൽ എളുപ്പത്തിൽ ഒരു വലിയ മോഷണം നടത്തി തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇവരിൽ ആരെയും 7 ദിവസം കഴിഞ്ഞിട്ടും ഇതിൽ സംശയിക്കുന്ന 2 പേർ അറസ്റ്റ് ചെയ്തു എന്നുള്ളവരെ കൃത്യമായി ആരാണ് ഇതിന്റെ പിന്നിലെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഫ്രഞ്ച് സർക്കാരിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നിലവിൽ 2 പേർ അറസ്റ്റിലായിട്ടുണ്ടെങ്കിലും ഇവരാരാണെന്നോ ഇവരുടെ വിവരങ്ങൾ എന്താണെന്നോ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ശനിയാഴ്ച മുതൽ, അതായത് ഇന്നലെ മുതൽ അടുത്ത 96 മണിക്കൂർ വരെ ഫ്രഞ്ച് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കും ഇവരുടെ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ FBI അടക്കമുള്ള വലിയ ഏജൻസികളുടെ ഉദ്യോഗസ്ഥരും ഈ ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് വിവരം. 895 കോടി രൂപ വില വരുന്ന ആഭരണങ്ങളാണ് ഇവരുടെ കയ്യിലുള്ളത്. ഇവർ ഇത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ആർക്കെങ്കിലും മറിച്ചു വിട്ടിട്ടുണ്ടോ, ഇതിനെ ഉരുക്കി മറ്റേതെങ്കിലും രൂപത്തിലാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള നാണക്കേടായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നെപ്പോളിയന്റെ ഭാര്യയായിട്ടുള്ള അവരുടെ ആഭരണങ്ങളാണ് ഇപ്പോൾ കളവ് പോയിരിക്കുന്നത്. 895 കോടി രൂപ വില മതിക്കുന്നതാണ്. അതിൽ നെക്ലേസുകളും കിരീടങ്ങളും അടക്കമാണ് ഇവർ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഇവർ ആകെ 9 ആഭരണങ്ങളാണ് മോഷ്ടിച്ചത്. അതിൽ 8 എണ്ണമാണ് അവർക്ക് കൈക്കലാക്കാൻ കഴിഞ്ഞത്. ഒരു ആഭരണം ഇവർ തിരിച്ച് ഓടുന്നതിനിടെ ഇവരുടെ കയ്യിൽ നിന്ന് താഴെ വീഴുകയും അത് സെക്യൂരിറ്റിക്കാർ സൂക്ഷിച്ച് തിരികെ മ്യൂസിയത്തിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ ബാക്കി 8 എണ്ണം ഇവരുടെ പക്കൽ തന്നെയുണ്ട്. അത് ഇവർ എളുപ്പത്തിൽ കൊണ്ടുപോയിരിക്കുകയാണ്. വെറും 7 മിനിറ്റ് കൊണ്ടാണ് ഇത്രയും സുരക്ഷാ സജ്ജീകരണങ്ങളുള്ള ഒരു മ്യൂസിയത്തിൽ നിന്ന് 4 പേരടങ്ങുന്ന സംഘം വലിയൊരു മോഷണം നടത്തിയിരിക്കുന്നത്. അതും പട്ടാപ്പകലെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 9:30 ഇവർ അവിടെ എത്തുകയും മോഷണം നടത്തുകയുമായിരുന്നു. യെസ്, അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ എങ്ങനെ ഈ മോഷണം നടത്തി, ഇതിന് പിന്നിലെ ഗൂഢാലോചന അടക്കം വരും ദിവസങ്ങളിൽ വലിയ വാർത്തയായി വരും. ഒപ്പം ഹോളിവുഡ് സിനിമകളിലൊക്കെ ഒരുപക്ഷെ ഈ മോഷണത്തിൻ്റെ കഥ വരും ദിവസങ്ങളിൽ പ്രമേയമായി വരാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂട്ടാം. തമിഴ്നാട്ടിലേക്ക് നമുക്ക് പോവാം. അവിടെ കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ TVK അധ്യക്ഷൻ വിജയ് നാളെ നേരിട്ട് കാണുകയാണ്. മഹാബലിപുരത്തെ റിസോർട്ടിൽ വെച്ചായിരിക്കും ഈ കൂടിക്കാഴ്ച നടക്കുക. ഒക്ടോബർ 8-ന് വിജയ് കരൂരിലെത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും അത് നടന്നില്ല. തുടർന്നാണ് മഹാബലിപുരത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്താൻ നിശ്ചയിച്ചത്. കരൂർ ദുരന്തം നടന്ന് 1 മാസത്തിന് ശേഷമാണ് വിജയ് മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ നേരിട്ട് കാണാനായി തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനു മുൻപേ കരൂർ നേരിട്ടെത്തി ഈ കുടുംബാംഗങ്ങളെ കാണാനായിട്ട് വിജയ് ആലോചിച്ചിരുന്നു. ഇതിനുവേണ്ടി തമിഴ്നാട് DGPക്ക് പ്രത്യേക അപേക്ഷയും TVK നേതാക്കൾ സമർപ്പിച്ചതാണ്. വിജയ്ക്ക് വേണ്ടി Y+ കാറ്റഗറി സുരക്ഷ ഒരുക്കണമെന്നും മാധ്യമപ്രവർത്തകരെയും പൊതുജനങ്ങളെയും ഒന്നും അനുവദിക്കാത്ത രീതിയിലുള്ള കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കണമെന്നുമായിരുന്നു TVKയുടെ നിർദ്ദേശം. എന്നാൽ DGP ഇതിനുവേണ്ടി ജില്ലാ ഭരണകൂടത്തെയും ജില്ലാ പോലീസ് മേധാവിയെ സമീപിക്കാൻ വേണ്ടി TVKക്ക് നിർദ്ദേശം നൽകി. എന്നാൽ ഇത് മറ്റൊരു വലിയ വിവാദത്തിലേക്ക് TVKയെ നയിക്കുമോ എന്നുള്ളൊരു ഭയം കാരണമാണ് ഇത് വേണ്ടെന്ന് വെച്ചത്. ഒക്ടോബർ 8-ാം തീയതിയായിരുന്നു വിജയ് കരൂരിലെത്താൻ വേണ്ടി ഇതിനു മുൻപേ പദ്ധതിയിട്ടിരുന്നത്. ഇത് ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പുതുതായിട്ട് മഹാബലിപുരത്ത് വെച്ച് ബന്ധുക്കളെ കാണാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ ഒരു പ്രത്യേക റിസോർട്ട് ഇതിനു വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. റിസോർട്ടിൽ വെച്ച് ബന്ധുക്കളെ വിജയ് നേരിട്ട് കാണും.
ബന്ധുക്കളെ അവരുടെ പ്രത്യേകം ഈ ബന്ധുക്കൾക്ക് വേണ്ടി ഓരോ മുറികൾ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ മുറിയിലും വിജയ് നാളെ രാവിലെ നേരിട്ടെത്തി ഈ കുടുംബാംഗങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം പ്രത്യേക സമ്മേളനം ഇവിടെയുള്ള ഒരു ഹാളിൽ വെച്ച് ഉണ്ടാകും എന്നും അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം വിജയ്ക്കൊപ്പം ഒന്നിച്ച് ഉച്ചഭക്ഷണം കഴിച്ച ശേഷമായിരിക്കും ഈ കുടുംബാംഗങ്ങൾ മടങ്ങുക എന്നാണ് വിവരമുള്ളത്. നിലവിൽ 20 കുടുംബങ്ങൾ ഈ പ്രത്യേക വിജയ്ക്കൊപ്പമുള്ള ഈ മീറ്റിങ്ങിൽ അത് പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 21 കുടുംബങ്ങൾ വരില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവർ തങ്ങളെ എന്തിനാണ് ഈ വിജയെ കാണാനായിട്ട് തങ്ങൾ എത്തുന്നത്, വിജയല്ലേ തങ്ങളെ നേരിട്ട് എത്തി കാണേണ്ടത് എന്നുള്ളൊരു മറുചോദ്യമാണ് ഇവർ ചോദിച്ചത്. എന്നാൽ ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും TVK നേതാക്കൾ ഇതേ സമയം തന്നെ നടത്തുന്നുണ്ട്. വിജയ് ഈ കുടുംബങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ധനസഹായ വിതരണം ഇതിനോടകം തന്നെ ഏതാണ്ട് പൂർത്തീകരിക്കുന്ന ഒരു നിലയിലാണ്. ഇതുവരെ 39 കുടുംബങ്ങൾക്ക് ധനസഹായം വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനി 2 കുടുംബങ്ങൾക്ക് കൂടിയാണ് ധനസഹായം വിതരണം ചെയ്യാനായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ചൂടിൽ ബീഹാർ. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുമ്പോൾ RJDയും BJPയും തമ്മിൽ നേർക്കുനേർ വാക്പോര്. ജംഗിൾ രാജ് ഓർമ്മിപ്പിച്ചും വികസനമൂന്നി പറഞ്ഞുമാണ് മഹാസഖ്യത്തിന് നേരെ അമിത്ഷായുടെ കടന്നാക്രമണം. കേന്ദ്ര സർക്കാർ ബീഹാറിനെ നിരന്തരം അവഗണിക്കുകയാണെന്നാണ് തേജസ്വിനിയും തിരിച്ചടിക്കുന്നത്. അന്യസംസ്ഥാനങ്ങളിലേക്കുള്ള ബീഹാറികളുടെ കൊടുയേറ്റം മുതൽ വഖഫ് വരെ പ്രചരണ വിഷയങ്ങളിൽ മാറിമറിയുകയാണ് ഓരോ ദിവസവും. ഇത്തവണ ബീഹാറിൽ ഛഠ് പൂജയും തെരഞ്ഞെടുപ്പ് ഉത്സവവും ഒരുമിച്ചാണ്. രാജ്യത്തിനകത്തും പുറത്തും ജോലി ചെയ്യുന്ന ബീഹാറുകാരിൽ ഭൂരിഭാഗവും ഛഠ് പൂജ ഉത്സവത്തിന് വീടുകളിലേക്ക് മടങ്ങിയെത്തുകയാണ്. വിദ്യാഭ്യാസം, ജോലി, ചികിത്സ, വിവിധ ആവശ്യങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്തവർ മടങ്ങിയെത്തുന്നത് തെരഞ്ഞെടുപ്പിലും ചർച്ചാ വിഷയമാണ്. ഒരു വീട്ടിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകാൻ നിയമം കൊണ്ടുവരുമെന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJDയുടെ ഉറപ്പ്. ഭരണത്തിലെത്തിയാൽ 20 മാസം കൊണ്ട് തൊഴിലില്ലായ്മ പരിഹരിക്കുമെന്നാണ് തേജസ്വിയുടെ വാഗ്ദാനം. 20 महीने का समय चाहते हैं और मुझे पूरा भरोसा है बिहार की जनता पर, अपने मालिकों पर, कि इस बार बदलाव भी होगा और नई सरकार भी बनेगी महागठबंधन की और मिलकर के नया बिहार हम लोग बनाने का काम करेंगे, बिहार को नंबर 1 बनाने का काम करेंगे. ഛഠ് പൂജ ദിനത്തിൽ ബീഹാർ ജംഗിൾ രാജിലേക്ക് തിരിച്ചു പോകല്ലേ എന്നാണ് തന്റെ പ്രാർത്ഥനയെന്നാണ് അമിത്ഷായുടെ വാക്കുകൾ. RJD ഭരണകാലത്തെ ജംഗിൾ രാജ് പ്രചരണ വേദികളിൽ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ് BJP. आज छठ का महापर्व शुरू हो गया है. आज दुनिया भर में, बिहार में, पूरे पूर्वांचल में नहाय खाए की विधि के बाद हमारी माताओं ने छठ का पर्व का पूजा शुरू किया है. मैं मनपूर्वक सभी बिहार वासियों को छठ पर्व की बहुत बहुत शुभकामनाएं देना चाहता हूं कि हमारा बिहार हमेशा जंगल राज से मुक्त रहे, कानून व्यवस्था मजबूत रहे, हमारी बहन बेटियां सुरक्षित रहे और बिहार आगे चलकर विकसित प्रदेश बने. यही छठ मैया से मैं प्रार्थना करना चाहता हूं. വാഗ്ദാനങ്ങളുടെ പെരുമഴയുമായി മഹാസഖ്യത്തിന്റെയും NDAയുടെയും പ്രകടന പത്രിക അടുത്ത ദിവസങ്ങളിൽ പുറത്തിറക്കും. വികസനം ഊന്നിയുള്ള വാഗ്ദാനങ്ങളാകും NDA ക്യാമ്പിന്റേത്. പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ളവർക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾക്ക് പെൻഷനും 50 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് പരിരക്ഷയും. ഇതൊക്കെയാണ് മഹാസഖ്യത്തിന്റെ വാഗ്ദാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നാളെ സുപ്രധാനമായൊരു നീക്കമുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ മാധ്യമങ്ങളെ കാണുകയാണ്. നാളെ വൈകിട്ട് 4:15 വിജ്ഞാൻ ഭവനിലാണ് വാർത്താസമ്മേളനം നടക്കുക. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ SIR തീയതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചേക്കും. തമിഴ്നാട്, പോണ്ടിച്ചേരി, കേരളം എന്നിവിടങ്ങളിലെ SIR സംബന്ധിച്ച വിശദ വിവരങ്ങൾ നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. ഇന്ത്യക്കാർ സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് വർദ്ധിപ്പിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് GST പരിഷ്കരണത്തിന്റെ പ്രതിഫലനമാണെന്നാണ് അദ്ദേഹത്തിന്റെ
വാക്കുകൾ മൻ കി ബാത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. രാജ്യത്തെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ തടയാൻ അർദ്ധസേനാ വിഭാഗങ്ങൾ കഠിനമായി പരിശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നവംബർ 7-ന് രാജ്യം വന്ദേ മാതരത്തിൻ്റെ 150-ാം വർഷം ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മവാർഷികത്തിൻ്റെ ഭാഗമായി ഒക്ടോബർ 31-ന് ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഏഷ്യ സന്ദർശന വേളയിലും ഇന്ത്യ വിരുദ്ധ വാദങ്ങൾ ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ദോഹയിൽ വെച്ച് പാകിസ്ഥാനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്ന് ട്രംപ് പറഞ്ഞു. തുടർന്ന് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായി അവസാനിപ്പിച്ചുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇന്ത്യ ആവർത്തിച്ച് നിഷേധിക്കുമ്പോഴാണ് ട്രംപ് തന്റെ വാദങ്ങൾ തുടരുന്നത്. മലേഷ്യയിലേക്കുള്ള യാത്രയ്ക്കിടെ വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതിനാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദോഹയിൽ എത്തിയത്. ഇതിനിടെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴാണ് ട്രംപ് തന്റെ പഴയ വാദങ്ങൾ ആവർത്തിച്ചത്. റഷ്യ യുക്രൈൻ യുദ്ധത്തെപ്പറ്റിയായിരുന്നു മാധ്യമങ്ങളുടെ ആദ്യത്തെ ചോദ്യം. ഇതിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അനാവശ്യമായി സംസാരിച്ച് സമയം കളയാനില്ലെന്ന് ട്രംപ് പറഞ്ഞു. ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിലെ പ്രശ്നം ഏറ്റവും സങ്കീർണമായിരുന്നു. എന്നിട്ടും താനത് അവസാനിപ്പിച്ചു. റഷ്യയുടെ കാര്യത്തിൽ മാത്രമാണ് പ്രതിസന്ധി നിലനിൽക്കുന്നതെന്നുമാണ് ട്രംപിന്റെ വാദം. If you look at India and Pakistan, I could say almost any one of the deals that I've already done, I thought would have been more difficult than Russia and Ukraine, but it didn't work out that way. There's a lot of hatred between the two. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ലോകരാജ്യങ്ങൾ ഇടപെട്ടിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ എല്ലാ നേതാക്കളും വ്യക്തമാക്കിയിട്ടും ട്രംപ് തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നതാണ് ശ്രദ്ധേയം. ഇതിനൊപ്പം ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് പൂർണ്ണമായി അവസാനിപ്പിച്ചുവെന്ന് ട്രംപ് പറഞ്ഞു. മുൻപ് നരേന്ദ്രമോദി റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന് തനിക്ക് ടെലിഫോൺ വഴി ഉറപ്പു നൽകിയെന്നും പടിപടിയായി ഇന്ത്യ അത് നിർത്തുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. അന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇത് തള്ളിക്കളഞ്ഞതാണ്. ഇതിനിടെയാണ് ട്രംപ് പഴയ വാദം ആവർത്തിച്ചത്. ഒപ്പം ചൈന റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്നും ട്രംപ് പറഞ്ഞു. China is cutting back very substantially on the purchase of Russia oil, and India is cutting back completely, and we've done sanctions. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പകരം വിദേശകാര്യമന്ത്രി S ജയശങ്കറാണ് മലേഷ്യയിലെ ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ആസിയാൻ വേദിയിലും ട്രംപ് തന്റെ വാദങ്ങൾ ആവർത്തിച്ചേക്കുമെന്ന വിലയിരുത്തലിലാണ് മോദി കൂടിക്കാഴ്ച ഒഴിവാക്കിയതെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഡൊണാൾഡ് ട്രംപിന്റെ ഏഷ്യ സന്ദർശനം തുടരുകയാണ്. മലേഷ്യയിലെ ക്വാലാലംപൂരിലെത്തിയ ട്രംപിന് വൻ സ്വീകരണമാണ് ലഭിച്ചത്. തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചതിൽ അദ്ദേഹം മധ്യസ്ഥത വഹിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി പ്രത്യേക ദ്വിരാഷ്ട്ര ചർച്ചയും ട്രംപ് നടത്തി. വിവിധ വ്യാപാര കരാറുകളിലും ഒപ്പിട്ടു എന്നാണ് വിവരം. ആസിയാൻ ഉച്ചകോടി വേദിയിലും ട്രംപ് എത്തിയിട്ടുണ്ട്. വീണ്ടും ഒരു ഇടവേളയാണ്, മടങ്ങി വരാം. കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ മടങ്ങി വരുമ്പോൾ അർബുദ രോഗം ബാധിച്ച വീട്ടമ്മ കിടപ്പാടത്തിനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. പാലക്കാട് കൊണ്ടേപ്പാട് സ്വദേശിനി ജമീലയാണ് ക്യാൻസറിന്റെ പിടിയിൽ ഉലയുമ്പോഴും തലചായ്ക്കാൻ ഒരിടത്തിന് വേണ്ടി അലയുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് അനുവദിച്ചെങ്കിലും പണം ലഭിക്കാത്തതാണ് ദുരിതത്തിന് കാരണം. വിധവയായ ജമീല ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടിയ കുടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ലഭിച്ച വീടിന്റെ നിർമ്മാണത്തിനുള്ള തുകയ്ക്കായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് അർബുദ രോഗിയായ ജമീല. സർക്കാരിന്റെ വീട് ലഭിക്കുമെന്ന് കേട്ട് സന്തോഷിച്ച ജമീല ഇപ്പോൾ രണ്ടാമത്തെ ഗഡുവിനായി 4 മാസങ്ങളായി അലയുകയാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ പലതവണ കയറിയിറങ്ങിയിട്ടും വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം. വർഷങ്ങളായി താൽക്കാലികമായി കെട്ടിയ ഈ കുടിലിൽ ദുരിത ജീവിതം നയിക്കുന്ന ഇവരുടെ ദുരവസ്ഥ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന്
പ്രദേശവാസികൾ പറയുന്നു. ഇവരെ അവസ്ഥ ഒന്ന് കാണാം. ഉദ്യോഗസ്ഥന്മാർ ഇതൊന്ന് കണ്ടറിഞ്ഞിട്ട് നിങ്ങൾ എസിന്റെ ഫിൽറ്ററൊക്കെ കഴുകിയിട്ട് നിങ്ങൾ കടന്നുറങ്ങണ്ടല്ലോ. നിങ്ങളെ പൂച്ചെടിക്ക് നനക്കണോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി കടന്നുറങ്ങുന്ന സുഖത്തിലും ഇവരെ അവസ്ഥയൊന്ന് കണ്ടറിയാം. കാരണം ഉദ്യോഗസ്ഥന്മാരെയും കോട്ടപ്പാടത്തെ ചില ലീഗിന്റെ മെമ്പർമാരെയും കളി കൊണ്ട് വന്നതാണ് ഈ ബുദ്ധിമുട്ട്. ഇവരെ വീടിന്റെ അവസ്ഥയൊന്ന് കാണാം. അപ്പോൾ ലീഗ് ഒന്നോ രണ്ടോ മെമ്പർമാരെ ആ മെമ്പറോട് പ്രത്യേകിച്ച് പറയണം, പ്രസിഡന്റ് ശ്രദ്ധിച്ചോളും, ഇത് കളി കയ്യിന്ന് പോവും. പഞ്ചായത്തിൽ നിന്ന് ഇറങ്ങണതിന്റെ മുന്നേ ചീത്തപ്പേരുണ്ടാക്കാത്ത രീതിയിൽ ഈ സംഭവം നിങ്ങൾ ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബ്ലോക്ക് മെമ്പർമാരോട്, ബ്ലോക്ക് ഉദ്യോഗസ്ഥന്മാരോട് ഇത്രയും നിങ്ങൾ ഈ തമ്മാടിത്തരം കാട്ടിയത് ഇങ്ങനെയും ഇല്ലൊരു വീട്ടിന്റെ ഒരാൾക്കാരാണ്. അപ്പൊ ഇത്രയും അവസ്ഥയുള്ളൊരു വീടിന്റെ അവസ്ഥ കണ്ടിട്ട് ഇനി നിങ്ങളിത് ശനിയാഴ്ചന്റെ ഉള്ളിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്താ ഇനി അവിടുന്ന് അങ്ങോട്ട് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയും. അപ്പൊ ആ ഒരു കോലത്തേക്ക് എത്തിച്ചാത്ത രീതിയിൽ മാന്യമായിട്ട് ഞങ്ങൾ പറയണു, ഇതിമേ ഇനി കളി നിർത്തുക. ഈ നിർത്തിയിട്ട് ഇത്രയും അവസ്ഥയിൽ കിടക്കണേ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു വീടുണ്ടോന്ന് ചോദിച്ചറിയണ്ടേ? കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ വീട് കിടക്കുന്നത്. വിധവയായ ജമീലയും മകനും പേരക്കുട്ടികളും നിലവിൽ ഈ കുടിലിലാണ് താമസിക്കുന്നത്. അർബുദരോഗം മാനസികമായി തളർത്തുമ്പോഴാണ് സർക്കാർ സംവിധാനങ്ങളും ജമീലയോട് പുറം തിരിഞ്ഞു നിൽക്കുന്നത്. ജമീലയ്ക്കും കുടുംബത്തിനും എത്രയും പെട്ടെന്ന് അടച്ചുറപ്പുള്ള ഒരു വീട് ലഭ്യമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. ഉപഭോക്തൃ വില സൂചിക തയ്യാറാക്കുന്നതിന് മുന്നോടിയായി തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ കുടുംബ ബജറ്റ് സർവേക്ക് ദേവികുളത്ത് തുടക്കമായി. മിനിമം വേതന നിയമം ബാധകമായ കാർഷിക വ്യാവസായിക മേഖലകളിലെ കുടുംബങ്ങളുടെ ജീവിത ചെലവുകൾ സമഗ്രമായി പഠിക്കുകയാണ് സർവേയുടെ ലക്ഷ്യം. ജനങ്ങളുടെ ജീവിത രീതിയും ഉപഭോഗ രീതിയും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഉപഭോക്തൃ വില സൂചിക കാലാനുസൃതമായി പുതുക്കുന്നതിന്റെ ഭാഗമായാണ് സർവേ. സംസ്ഥാനത്തെ 17 കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട 7920 കുടുംബങ്ങളിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സർവേയാണിത്. തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിത ചെലവിനെ പ്രതിഫലിപ്പിക്കുന്ന കൃത്യമായ ഉപഭോക്തൃ വില സൂചികകൾ നിർണ്ണയിക്കാൻ സർവേ ഫലപ്രദമാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. കുടുംബ ബജറ്റ് സർവേക്ക് ദേവികുളം മണ്ഡലത്തിൽ തുടക്കമായി. സംസ്ഥാനത്ത് അത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റാണ് ഈ സർവേ നടത്തുന്നത്. ഇടുക്കി ജില്ലയിലെ ഇടുക്കി സെന്റർ എന്നാണ് അറിയപ്പെടുന്നത്. അത് അവിടുത്തെ വിലകൾ ശേഖരിക്കുന്ന അല്ലെങ്കിൽ സർവേ നടത്തുന്നത് മൂന്നാർ ഏരിയയിലാണ്. ഈ സർവേ വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. സർവേക്കായി നിങ്ങളെ സമർപ്പിക്കുന്ന എന്യൂമറേറ്റർക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സംസ്ഥാനത്തെ കാർഷിക വ്യാവസായിക തൊഴിലാളികളുടെ മിനിമം വേതനത്തിലെ ക്ഷാമബത്ത നിശ്ചയിക്കുന്നത് ഉപഭോക്തൃ വില സൂചികയുടെ അടിസ്ഥാനത്തിലാണ്. നിലവിൽ 2011-12 അടിസ്ഥാന വർഷമായാണ് ഉപഭോക്തൃ വില സൂചിക പ്രസിദ്ധീകരിക്കുന്നത്. ജില്ലാ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡെപ്യൂട്ടി ഡയറക്ടർ PK അങ്കിത് കുമാർ, റിസർച്ച് ഓഫീസർ ആൻസി പോൾ, ദേവികുളം താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ റെന്നി ആന്റണി, കുമാർ എ, ശ്രീചിത്ര PS, സോജി ജേക്കബ്, ഗായത്രി A എന്നിവരുടെ നേതൃത്വത്തിലാണ് സർവേ നടക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,515, പവന് 92,120. 18 ക്യാരറ്റ് ഗ്രാമിന് 9,530, പവന് 75,240. വെള്ളി ഗ്രാമിന് 165 രൂപ, കിലോഗ്രാമിന് 1,65,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. പൂർണ്ണമാവുകയാണ്. ഇനി പ്രൈം ഡിബേറ്റ് കാണാം. MG രേണുക ചേരും.